നോക്കൂ, പാർട്ടി തീരുമാനം എടുക്കുന്നതിന് എല്ലാ പാർട്ടി അംഗവും എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനത്തോടെ സ്വീകരിക്കണം. ഞാൻ സ്വീകരിക്കുന്നു. അതൊക്കെ പിന്നെ പറയും. ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. ഇപ്പോൾ സമയം കുറച്ച് വൈകും. താങ്ക്സ്. ഞാൻ എല്ലാവരെയും ആക്ഷേപിച്ചിട്ടില്ല. കാരണം ഞാൻ UPA സർക്കാരിലെ ഒരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് മറ്റേവരുടെ ഡിസ്ട്രപ്ഷനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, 15ാമത്തെ ലോക്സഭയിൽ 28% സമയമാണ് നഷ്ടപ്പെട്ടത് മറ്റേവർ ബഹളമുണ്ടാക്കിയിട്ട്. ഈ സമയത്ത് നമ്മളുടെ ആൾക്കാരും ബഹളമുണ്ടാക്കേണ്ടത്. പക്ഷേ ഇതാണോ നല്ലത്? അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ മറ്റേ ജനാധിപത്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, UK സിസ്റ്റമിൽ എന്താണ്, ആഴ്ചയിൽ ഒരു ദിവസം പ്രതിപക്ഷത്തിന് തീരുമാനിക്കുക എന്താ ചർച്ച ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു റൂൾ, അങ്ങനെ ഒരു നിയമം നമ്മളുടെ ലോക്സഭയിലും കൊണ്ടുവന്നാൽ പിന്നെ പ്രതിഷേധം ചെയ്യാനും ഡിസ്ട്രപ്ഷൻ ചെയ്യാനും ഒരു ആവശ്യമുണ്ടാവില്ല. കാരണം നമ്മൾക്കറിയാം, അഥവാ സർക്കാരിന് നമ്മൾ ആവശ്യപ്പെടുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് താല്പര്യമില്ലെങ്കിൽ നാളെ നമ്മൾക്ക് അവസരം കിട്ടും. അപ്പം നമ്മൾ നാളെ ചെയ്യാമല്ലോ. അതോട് കഴിഞ്ഞില്ലേ കഥ. അതാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു ഒരു കൺസ്ട്രക്റ്റീവ്, കാരണം പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാതിയിൽ ബഹളമുണ്ടാക്കുന്ന പോലെ ഒരു സ്ഥലമാവരുത്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒരു സ്ഥലമാവണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ടിട്ടാണ് ഞാൻ വന്നിട്ട് ആദ്യം ഇലക്ഷൻ നിന്നത്. ഈ 16.5 വർഷം ഞാൻ MP ആയിരിക്കുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത് എന്നെ കുറച്ച് ദുഃഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറയണം, ഇവർ നിരാശമായിട്ടുണ്ട്. കാരണം ഞാൻ കാണുന്നത് ഈ ബഹളം, ഈ നിലവിളി, ഈ വിലയിലിറങ്ങി ഇതെല്ലാം ശരിക്കും പാർലമെൻറ്റ് സ്ഥലമല്ല. ഇതെല്ലാം നമ്മൾ പാതിയിൽ പോയി ചെയ്യുക, പ്രതിഷേധം ചെയ്യുക വേറെ അവസരത്തിൽ. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ സർക്കാർ ചർച്ച ചെയ്യാൻ തയ്യാറല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന്. അത് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയണത്, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നാൽ, അഥവാ ഒരു ദിനം ആഴ്ചയിൽ പ്രതിപക്ഷത്തിനും തീരുമാനിക്കുക എന്താ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പാർലമെൻറ്റിനെ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് കേട്ടോ, ഞാൻ എപ്പോഴും പറയും, ഇറ്റ് മസ്റ്റ് ബി ബൈ കൺസെൻസസ്. ഒരു വിധത്തിലും സർക്കാർ വഴിക്ക് ഇതിനെ ഒരു നിയമമാക്കാൻ സാധിക്കില്ല. ഇത് എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കണം. ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഞങ്ങളും തയ്യാറാണ് സഹകരിക്കാൻ. അങ്ങനെ ആയാലും ഈ ബഹളമുണ്ടാവില്ല. പാർലമെൻറ്റ് സമയം നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന വ്യക്തികളുടെ പണമാണ് നഷ്ടപ്പെടുന്നത് പാർലമെൻറ്റ് നടക്കാത്തപ്പോൾ. അതുകൊണ്ട് ജനങ്ങളുടെ സമയം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.